തദ്ദേശ വാർഡ് വിഭജനത്തിൻ്റെ ഭാഗമായി പുതിയതായി നിലവിൽ വരുന്ന ഗ്രാമപഞ്ചായത്ത് വാർഡുകളുടെ എണ്ണം 1375. മലയാള ചലച്ചിത്ര നടൻ മോഹൻലാലിൻ്റെ ജീവചരിത്രമാണ് മുഖരാഗം. എഴുതുന്നത് ബാനു പ്രകാശ്. ബീഹാറിലെ ഗയ നഗരത്തിന് നൽകിയ പുതിയ പേരാണ് ഗയ ജി. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ നഗരപ്രദേശങ്ങളിൽ സംഘടിപ്പിക്കുന്ന ഹരിതനഗരം ക്യാമ്പയിനാണ് വിമൻ ഫോർ ട്രീസ്. അമൃത് മിഷന്റെ സഹായത്തോടെയാണ് ഈ ക്യാമ്പയിൻ നടപ്പാക്കുന്നത്. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം മെയ് 22. മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. 2025 പ്രമേയം എന്താണ്? ഹാർമണി വിത്ത് നേച്ചർ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഹാർമണി വിത്ത് നേച്ചർ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നതാണ് 2025 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ പ്രമേയം. 2025 ലോക ഭക്ഷ്യപുരസ്കാരം നേടിയത് മറിയാങ്കേല ഹംഗ്രിയ. മറിയാങ്കേല ഹംഗ്രിയക്കാണ്, ബ്രസീൽക്കാരിയാണ്. ഇവർക്കാണ് 2025 ലോക ഭക്ഷ്യപുരസ്കാരം ലഭിച്ചത്. ഹംഗ്രിയ എന്ന് നമുക്ക് കണക്ട് ചെയ്യാം. ലോക ഭക്ഷ്യപുരസ്കാരം നേടിയത് മറിയാങ്കേല ഹംഗ്രിയ. പ്രഥമ ഭക്ഷ്യപുരസ്കാരം 1987 നേടിയ വ്യക്തിയാണ് MS സ്വാമിനാഥൻ. 1987 പ്രഥമ ഭക്ഷ്യപുരസ്കാരം ലഭിച്ച ആർക്കാണ്? MS സ്വാമിനാഥനാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങുന്ന ചിത്രമാണ് കലാം ദ മിഷൻ മാൻ ഓഫ് ഇന്ത്യ. കലാം ദ മിഷൻ മാൻ ഓഫ് ഇന്ത്യ എന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങുന്ന ചിത്രമാണ്. കലാം ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. അബ്ദുൽ കലാമായി വേഷമിടുന്നത് ധനുഷാണ് അബ്ദുൽ കലാമായിട്ട് വേഷമിടുന്നത്. സിനിമയുടെ സംവിധായകൻ ഓം റാവത്ത്. അപ്പോൾ APJ അബ്ദുൽ കലാമിൻ്റെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങുന്ന സിനിമയാണ് കലാം ദി മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. ഇതിൽ അബ്ദുൽ കലാമായി വേഷമിടുന്നത് ധനുഷാണ്. ഈ സിനിമയുടെ സംവിധായകൻ ആരാണ്? ഓം റാവത്താണ്. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് വിത്തുണ്ട പദ്ധതി. വിത്തുണ്ട പദ്ധതി എന്താണ്? മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് ഇത്. ബഹദൂർ ഫോണ്ട് രൂപകൽപ്പന ചെയ്തത് KH ഹുസൈൻ. KH ഹുസൈനാണ് ബഹദൂർ ഫോണ്ട് രൂപകൽപ്പന ചെയ്തത്. ബഹദൂർ എന്ന സിനിമാ നടനോടുള്ള ആദരസൂചകമായാണ് ഈ ഫോണ്ടിൻ്റെ രൂപകൽപ്പന ചെയ്തത്. 2025 ബഹദൂറിൻ്റെ 25ാമത് ചരമവാർഷികമാണ് ആചരിക്കുന്നത്. അപ്പോൾ ബഹദൂർ ഫോണ്ട് രൂപകൽപ്പന ചെയ്ത ആരാണ്? KH ഹുസൈനാണ്. 2025 ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള പദ്ധതിയാണ് ബന്ധു ക്ലിനിക്. 2025 ലോക ആരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിൽ നിന്നുള്ള പദ്ധതി ഏതാണ്? ബന്ധു ക്ലിനിക്ക്. എന്താണ് ബന്ധു ക്ലിനിക്ക്? അതിഥി തൊഴിലാളികൾക്ക് മികച്ച ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ഇത്. 2020 കേരളത്തിൽ ഈ പദ്ധതി ആരംഭിച്ചത്. ഇന്ത്യയിൽ നിന്നും ഈ പട്ടികയിൽ ഇടം പിടിച്ചത് 2 എണ്ണമാണ്. കോവിഡ് കാലത്ത് നീതി ആയോഗ് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നീതി ആയോഗും ബന്ധു ക്ലിനിക് പദ്ധതിയുമാണ് ഈ പട്ടികയിൽ ഇടം പിടിച്ചത്. 2025 ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള പദ്ധതിയാണ് ബന്ധു ക്ലിനിക്ക്. ബന്ധു ക്ലിനിക്ക് എന്താണ്? അതിഥി തൊഴിലാളികൾക്ക് മികച്ച ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്. 2020 ആരംഭിച്ചത്. ഈ പട്ടികയിൽ ഉൾപ്പെടുന്ന 2ാമത്തെ പദ്ധതിയാണിത്. ആദ്യത്തെ പദ്ധതി ഏതാണ്? നീതി ആയോഗാണ്. ഓൺലൈൻ പേയ്മെൻറ്റ് അഗ്രഗേറ്റർ ആയി പ്രവർത്തിക്കാൻ അടുത്തിടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുമതി ലഭിച്ച ആപ്പാണ് ഗെറ്റ് ഇപേ ആണ് ഓൺലൈൻ പേയ്മെൻറ്റ് അഗ്രഗേറ്ററായി പ്രവർത്തിക്കാൻ അടുത്തിടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുമതി ലഭിച്ച ആപ്പ്. 2025 ജനീവ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് നൊവാക് ജോക്കോവിച്ച്. നൊവാക്കിൻ്റെ 100ാമത്തെ കിരീടമാണ് ഇത്. അതിഥി തൊഴിലാളികളുടെ മക്കളെ സ്കൂളുകളിൽ എത്തിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പഠന പരിപാടിയാണ് ആയിയെ ഏക് സാത് സീഖെ. എന്താണ്? അതിഥി തൊഴിലാളികളുടെ മക്കളെ സ്കൂളുകളിൽ എത്തിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പഠന പരിപാടിയാണ് ഇത്. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ രാജ്യത്തെ മികച്ച 100 പഞ്ചായത്തുകളിൽ ഉൾപ്പെട്ട കേരളത്തിലെ പഞ്ചായത്തുകൾ ഏതൊക്കെയാണ്? പാറശാല 53ാമത്, പൂവച്ചൽ 75ാമത്.
കാലാവസ്ഥാ പ്രവചനത്തിനായുള്ള മൈക്രോസോഫ്റ്റ് AI മോഡലാണ് അറോറ. അറോറ എന്താണ്? കാലാവസ്ഥാ പ്രവചനത്തിനായിട്ടുള്ള മൈക്രോസോഫ്റ്റ് AI മോഡലാണ് അറോറ. വായുവിൻ്റെ ഗുണനിലവാരവും അളക്കാൻ ഇതിന് സാധിക്കും. വായുവിൻ്റെ ഗുണനിലവാരം അളക്കാനും ഇതിന് സാധിക്കും. കേരള തീരത്ത് മുങ്ങിയ MSC എൽസ 3യിൽ നിന്നുള്ള എണ്ണച്ചോർച്ച കണ്ടെത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായി വിന്യസിക്കപ്പെട്ട ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുകളാണ് ICG വിക്രം, ICG സാക്ഷം, ICG സമർത്ത്. കേരള തീരത്ത് മുങ്ങിയ MSC എൽസ 3യിൽ നിന്നുള്ള എണ്ണച്ചോർച്ച കണ്ടെത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായി വിന്യസിക്കപ്പെട്ട ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുകളാണ് ICG വിക്രം, ICG സാക്ഷം, ICG സമർത്ത്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ലോഗോ രൂപകൽപ്പന ചെയ്ത ഇന്ത്യൻ സൈനികനാണ് ലഫ്റ്റനന്റ് കേണൽ ഹർഷ് ഗുപ്ത. സുരീന്ദർ സിംഗ്. ലഫ്റ്റനന്റ് കേണൽ ഹർഷ് ഗുപ്തയും സുരീന്ദർ സിംഗുമാണ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ലോഗോ രൂപകൽപ്പന ചെയ്ത ഇന്ത്യൻ സൈനികർ. കേണൽ ഹർഷ് ഗുപ്ത, സുരീന്ദർ സിംഗ്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നിർദ്ദേശിച്ചത് നരേന്ദ്രമോദിയാണ്. ഇതിന് ലോഗോ രൂപകൽപ്പന ചെയ്ത ഇന്ത്യൻ സൈനികരാണ് ലഫ്റ്റനന്റ് കേണൽ ഹർഷ് ഗുപ്തയും സുരീന്ദർ സിംഗും. പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ കേന്ദ്ര പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം ആരംഭിച്ച ക്യാമ്പയിനാണ് ഒരു രാഷ്ട്രം ഒരു ദൗത്യം, പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക. 2025 മെയ്യിൽ സംസ്ഥാന ആദായ നികുതി വകുപ്പ് മേധാവിയായി ചുമതലയേറ്റ വ്യക്തിയാണ് M. അനിൽകുമാർ. കൃത്യമായ വിലാസ മാപ്പിങ്ങിനായി സർക്കാർ പുറത്തിറക്കിയ സംവിധാനമാണ് ഡിജിപിൻ. ഡിജിപിൻ്റെ പൂർണ്ണരൂപമാണ് ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. എന്തിനാണ് ഡിജിപിന്? കൃത്യമായ വിലാസ മാപ്പിങ്ങിനായി സർക്കാർ പുറത്തിറക്കിയ സംവിധാനമാണ് ഡിജിപിൻ. ഡിജിപിൻ എന്ന സംവിധാനത്തിന് വേണ്ടി സർക്കാർ കൊണ്ടുവന്ന പ്ലാറ്റ്ഫോമുകളാണ് നോ യുവർ ഡിജിപിൻ, നോ യുവർ പിൻകോഡ്. 10 ആൽഫ ന്യൂമറിക്കൽ നമ്പർ എല്ലാ വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും നൽകും. ഡിജിപിൻ്റെ പൂർണ്ണരൂപമാണ് ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. കൃത്യമായ വിലാസ മാപ്പിങ്ങിനായിട്ട് സർക്കാർ പുറത്തിറക്കിയ സംവിധാനമാണ് ഡിജിപിൻ എന്ന സംവിധാനത്തിന് വേണ്ടി സർക്കാർ കൊണ്ടുവന്ന പ്ലാറ്റ്ഫോമുകളാണ് നോ യുവർ ഡിജിപിൻ, നോ യുവർ പിൻകോഡ്. 10 ആൽഫ ന്യൂമറിക്കൽ നമ്പർ എല്ലാ വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും ഈ ഡിജിപിൻ വഴി നൽകും. മലപ്പുറം കോട്ടൂർ AKM HSS സ്കൂളിലെ AI ടീച്ചറാണ് അക്മിറ. അക്മിറ ആരാണ്? മലപ്പുറം കോട്ടൂർ AKM HSS സ്കൂളിലെ AI ടീച്ചറാണ് അക്മിർ. സംസ്കൃതം ഉൾപ്പെടെ 51 ഭാഷകൾ സംസാരിക്കും. 2025 ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത കോവിഡ് വകഭേദങ്ങളാണ് NB 1.8.1, LF7. അടുത്തിടെ മേഘാലയയിൽ നിന്ന് കണ്ടെത്തിയ ഗുഹയിൽ വസിക്കുന്ന പുതിയ മത്സ്യയിനമാണ് ഷിസ്റ്റുറ ഡെൻസിക്ലാവ്. ഷിസ്റ്റുറ ഡെൻസിക്ലാവ് എന്താണ്? മത്സ്യയിനമാണ്. എവിടെയാണ് കണ്ടെത്തിയത്? മേഘാലയയിൽ നിന്ന് കണ്ടെത്തിയ മത്സ്യയിനമാണ് ഷിസ്റ്റുറ ഡെൻസിക്ലാവ്. 2025 മെയ്യിൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ താരമാണ് പ്രിയങ്ക് പാഞ്ചൽ. പ്രിയങ്ക് പാഞ്ചൽ ക്രിക്കറ്റ് താരമാണ്. 2025 മെയ്യിൽ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു. ഇന്ത്യൻ താരമാണ്. 2024-25 വർഷത്തെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിങ്ങിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളമാണ്. ലോകമെമ്പാടുമുള്ള അനധികൃത സ്വത്തുക്കളുടെ നീക്കം കണ്ടെത്തുന്നതിനായി 2025 ജനുവരിയിൽ ഇന്റർപോൾ അവതരിപ്പിച്ച കളർ കോഡ് നോട്ടീസാണ് സിൽവർ നോട്ടീസ്. സിൽവർ നോട്ടീസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലോകമെമ്പാടുമുള്ള അനധികൃത സ്വത്തുക്കളുടെ നീക്കം കണ്ടെത്തുന്നതിനായി 2025 ജനുവരിയിൽ ഇന്റർപോൾ അവതരിപ്പിച്ച കളർ കോഡ് നോട്ടീസാണ് സിൽവർ നോട്ടീസ്. ഒന്ന് റിവൈസ് ചെയ്യാം. തദ്ദേശ വാർഡ് വിഭജനത്തിൻ്റെ ഭാഗമായി പുതിയതായി നിലവിൽ വരുന്ന ഗ്രാമപഞ്ചായത്തുകൾ 1375. മലയാള ചലച്ചിത്ര നടൻ മോഹൻലാലിൻ്റെ ജീവചരിത്രമാണ് മുഖരാഗം. എഴുതുന്നത് ഭാനുപ്രകാശ്. ബീഹാറിലെ ഗയ നഗരത്തിൻ്റെ പുതിയ പേരാണ് ഗയാജി. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആണ്. വിമൻ ഫോർ ട്രീസ് എന്നത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ നഗരപ്രദേശങ്ങളിൽ സംഘടിപ്പിക്കുന്ന ഹരിതനഗരം ക്യാമ്പയിനാണ്. അന്താരാഷ്ട്ര ജൈവവൈവിധ്യ ദിനം 2025 പ്രമേയമാണ് ഹാർമണി വിത്ത് നാച്ചർ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. 2025 ലോക ഭക്ഷ്യ പുരസ്കാരം നേടിയത് മറിയാങ്കേല ഹംഗറിയ. പ്രഥമ ഭക്ഷ്യ പുരസ്കാരം ലഭിച്ചത് 1987 MS സ്വാമിനാഥനാണ്.
APJ അബ്ദുൽ കലാമിൻ്റെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങുന്ന സിനിമയാണ് കലാം ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. സംവിധാനം ചെയ്യുന്നത് ഓം റാവത്ത്. കലാമിൻ്റെ വേഷം ചെയ്യുന്നത് ധനുഷാണ്. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് വിത്തുണ്ട പദ്ധതി. ബഹദൂർ ഫോണ്ട് രൂപകൽപ്പന ചെയ്തത് K. ജോസൈനാണ്. 2025 25ാമത് ചരമവാർഷികമാണ് ആചരിക്കുന്നത്. 2025 ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള പദ്ധതിയാണ് ബന്ധു ക്ലിനിക്ക്. അതിഥി തൊഴിലാളികൾക്ക് മികച്ച ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ബന്ധു ക്ലിനിക്ക്. ഓൺലൈൻ പേയ്മെൻറ്റ് അഗ്രഗേറ്ററായി പ്രവർത്തിക്കാൻ അടുത്തിടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുമതി ലഭിച്ച ആപ്പാണ് ഗെറ്റ് ഇപേ. 2025 ജനീവ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നോവാക് ജോക്കോവിച്ച്. അതിഥി തൊഴിലാളികളുടെ മക്കളെ സ്കൂളുകളിൽ എത്തിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പഠന പരിപാടിയാണ് ആയേ ഏക് സാത്ത് സീഖേ. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ രാജ്യത്തെ മികച്ച 100 പഞ്ചായത്തുകൾ ഉൾപ്പെട്ട കേരളത്തിലെ പഞ്ചായത്തുകൾ പാറശാല, പൂവച്ചൽ. 53ാമത് പാറശാല, 75ാമത് പൂവച്ചൽ. കാലാവസ്ഥാ പ്രവചനത്തിനും വായുവിൻ്റെ ഗുണനിലവാരം അളക്കാനുമുള്ള മൈക്രോസോഫ്റ്റിൻ്റെ AI മോഡലാണ് അറോറ. കേരള തീരത്ത് മുങ്ങിയ MSC എൽസ 3യിൽ നിന്നുള്ള എണ്ണച്ചോർച്ച കണ്ടെത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായി വിന്യസിക്കപ്പെട്ട ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുകളാണ് ICG വിക്രം, ICG സാക്ഷം, ICG സമർത്ത്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ലോഗോ രൂപകൽപ്പന ചെയ്തത് കേണൽ ഹർഷ് ഗുപ്ത, സുരീന്ദർ സിംഗ് എന്നിവരാണ്. പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ കേന്ദ്ര പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം ആരംഭിച്ച ക്യാമ്പയിനാണ് ഒരു രാഷ്ട്രം ഒരു ദൗത്യം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക. M. അനിൽകുമാറാണ് 2025 മെയ്യിൽ സംസ്ഥാന ആദായ നികുതി വകുപ്പ് മേധാവിയായി ചുമതലയേറ്റ വ്യക്തി. ഡിജിപിൻ എന്താണ്? കൃത്യമായ വിലാസ മാപ്പിങ്ങിനായി സർക്കാർ പുറത്തിറക്കിയ സംവിധാനമാണ് ഡിജിപിൻ, ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. മലപ്പുറം കോട്ടൂർ AKMHSS സ്കൂളിലെ AI ടീച്ചറാണ് അഗ്മിറ. 2025 ഇന്ത്യ റിപ്പോർട്ട് ചെയ്ത കോവിഡിൻ്റെ വകഭേദങ്ങളാണ് NB181, LF7. അടുത്തിടെ മേഘാലയയിൽ നിന്ന് കണ്ടെത്തിയ ഗുഹയിൽ വസിക്കുന്ന പുതിയ മത്സ്യയിനമാണ് ഷിസ്റ്റുറ ഡെൻസിക്ലവ്. പ്രിയങ്ക് പാഞ്ചൽ 2025 മെയ്യിൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ താരമാണ്. 2024-25 വർഷത്തെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിങ്ങിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് കേരളം. സിൽവർ നോട്ടീസ്. എന്താണ് സിൽവർ നോട്ടീസ്? ലോകമെമ്പാടുമുള്ള അനധികൃത സ്വത്തുക്കളുടെ നീക്കം കണ്ടെത്തുന്നതിനായി 2025 ജനുവരിയിൽ ഇന്റർപോൾ അവതരിപ്പിച്ച കളർ കോഡ് നോട്ടീസാണ് സിൽവർ നോട്ടീസ്. ഓക്കെ, താങ്ക് യു.